ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗ്രേപ്സ് വെച്ചിട്ട് എങ്ങനെ ഒരു ഈസി സ്ക്വാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. 3 മാസം അതിൽ കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ക്വാഷാണ് ഇന്ന് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രേപ്സ് എല്ലാ സീസണിലും അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ എങ്ങനെ ഒരു ഗ്രേപ്പ് കൊണ്ട് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ടൊരു സ്ക്വാഷ് ഉണ്ടാക്കുക എന്നുള്ളത് ജസ്റ്റ് ഞാൻ കുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിലൂടെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ നല്ലോണം മഞ്ഞളിട്ടിട്ട് വാഷ് ചെയ്തിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഗ്രേപ്സ് നമുക്ക് ഇതിൽ കുറച്ച് പഞ്ചസാര, പിന്നെ ഏലക്ക, കുറച്ച് വെള്ളം ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി അതിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഗ്രേപ്സ് വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള സ്ക്വാഷാണ് വേണ്ടതെങ്കിൽ വെള്ളം കുറച്ചാൽ മതി. അപ്പോൾ 1 കപ്പൊന്നും എടുക്കണ്ട, ഒരു 1/2 കപ്പ്, അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെയും അത് ഇളക്കിയിട്ട് നമുക്ക് വെള്ളം ഇല്ലാതെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് ഗ്യാസിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് വറ്റിച്ചെടുക്കും. ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.